എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥനയോടുകൂടി തുടങ്ങേണ്ട ദിവസമാണ്. ഇന്ന് ശനിയുടെ ആധിപത്യമുള്ള ദിവസമാണ്. ശനിഹോരയിലാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. ഓം ശം ശനൈശ്ചരായ നമഃ എന്ന് എല്ലാവരും എന്നും പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. ശനിയുടെ മൂലമന്ത്രമായിട്ട് കരുതപ്പെടുന്ന ഒരു മന്ത്രമാണ് ഇത്. നമുക്ക് ആദ്യമായി മേടക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ പ്രതീക്ഷ ഉള്ള ഒരു ദിവസമായിരിക്കും. എന്നാൽ പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്ന ഒരു ദിവസവുമായിരിക്കും. എന്നാൽ കുറച്ച് കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ചില വായ്പകൾ എല്ലാം ലഭിക്കാനും വലിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിന് അനുകൂലമായ രീതിയിൽ ധനസഹായം വന്നു ചേരാനുമൊക്കെയുള്ള വഴികൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. ഇന്നത്തെ മീറ്റിങ്ങുകളെല്ലാം വളരെ വിജയകരമായി കാണുന്നു. സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന സാധാരണ എല്ലാ തൊഴിലുകാർക്കും ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ചില നഷ്ടങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സാമ്പത്തികമായ നിക്ഷേപങ്ങളൊന്നും ഇന്നത്തെ ദിവസം ഒട്ടും തന്നെ നല്ലതായിരിക്കുകയില്ല. ഏത് കാര്യവും ഇന്ന് തുടങ്ങുന്നത് മന്ദഗതിയിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ഫലം പൊതുഫലമാണ് എങ്കിൽ കൂടിയും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ വന്ന് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിലും നഷ്ടങ്ങൾ വന്നു ഭവിക്കാനും കൂടുതൽ സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കഴിഞ്ഞ ദിവസത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഇന്ന് ചെയ്യുന്ന ഏത് പ്രവൃത്തിയും വളരെ അനുകൂലമായി കാണുന്നു. യാത്രയ്ക്കുള്ള തീരുമാനം തീർച്ചയാക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചവരെ ചെറിയ ആലസ്യമുണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയേറെ നല്ല ഒരു ദിവസമായിരിക്കും. ലാഭം ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ മോഷണത്തിനും അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടാനുമൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാധികാരികൾക്ക് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുന്നവർ ഇന്നത്തെ ദിവസം അത് നിർത്തിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. എന്നാൽ വീട്ടമ്മമാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലകരമായിരിക്കുകയില്ല. ചെറിയ പൊള്ളൽ, ചതവ്, മുറിവ്, ഒടിവ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് മിഥുന രാശിക്കാരുടെ ഫലം പരിശോധിക്കാം. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ഉച്ചവരെ ആലസ്യം ഉണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ചില നല്ല സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഷ്ടജനങ്ങളുമായി കലഹിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള കലഹങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം ശാന്തമായിരിക്കുന്നതാണ്. കുടുംബത്തിൽ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ ഒക്കെ വളരെ അനുകൂലമായ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാധികാരികൾക്ക് ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ പണമിടപാട് നടത്തുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമല്ല. അതേപോലെ പ്രൈവറ്റ് ബാങ്കേഴ്സ്, പ്രൈവറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവർക്കൊന്നും ഇന്ന് അനുകൂലമായ ദിവസമല്ല. ദൈവിക കാര്യങ്ങളിൽ, വേദകാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് വളരെയധികം നല്ല ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്.
കലാകാരന്മാർക്ക് ചില പ്രത്യേക അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് ഇന്ന്. ആഹ്ലാദകരമായ ഒരുപാട് നിമിഷങ്ങൾ പങ്കിടാനും സാധ്യതയുണ്ട്. അതേപോലെ മുടങ്ങിക്കിടക്കുന്ന ബില്ലുകൾ പാസ്സാകാനും ഇന്ന് ഈ കൂറുകാർക്ക് ഇന്ന് സാധ്യതയുള്ള ഒരു ദിവസമാണ്. അടുത്തതായി നമുക്ക് കർക്കിടക കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസമാണ്. വൈകുന്നേരത്തോടു കൂടി പല പ്രതീക്ഷകളും സഫലീകരിക്കുന്ന ദിവസമാണ്. എന്നാൽ ശാരീരിക ക്ലേശങ്ങൾ മൂലം ചില കാര്യങ്ങൾക്ക് തടസ്സം വന്നേക്കാം. ചില പ്രധാന പരിപാടികൾ ഒഴിവാക്കേണ്ടതായി കാണുന്നു. ബന്ധുക്കളിൽ ചിലർക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് മൂലം പല കാര്യങ്ങളും മുടങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ പ്രതീക്ഷ വച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തം മാതാപിതാക്കൾക്ക് വളരെ ആരോഗ്യകരമായ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് സ്വന്തം മാതാപിതാക്കൾക്ക് ആരോഗ്യകരമായ കാര്യങ്ങളിൽ ചില പുരോഗതികൾ ഉള്ളത് കൊണ്ട് വളരെ സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ബന്ധുക്കളിൽ ചിലർക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങളും അല്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷമേകുന്ന ചില അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നതായിട്ട് കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ഇന്ന്. ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമല്ല. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കുമെങ്കിലും വൈകുന്നേരത്തോടുകൂടി തിരക്കേറുന്ന ഒരു ദിവസമായതുകൊണ്ട് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യുന്നവർക്കും ചില മാന്ദ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും വൈകുന്നേരത്തോടുകൂടി ചില മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെങ്കിലും നല്ല തിരക്കേറിയ ദിവസമായിരിക്കും. ധനനഷ്ടത്തിന് സാധ്യതയുള്ള ഒരു ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കാനായിട്ട് സാധ്യത കൂടുതലുള്ളൊരു ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മദൃഷ്ടിയോടുകൂടി ഇരുന്നാൽ കാര്യങ്ങളെല്ലാം ശുഭകരമായി പരിലസിക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില പ്രത്യേക അസുഖങ്ങൾ ആരംഭിക്കുന്നതായി കാണുന്നതുകൊണ്ട് വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ദോഷാധിക്യം കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഇത്യാദി കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ചില കൂട്ടുകാരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ വഴക്ക് നടക്കുന്നിടത്ത് നിന്ന് ഒഴിവായി നിൽക്കുക. വഴക്ക്, കലഹം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ട് വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എത്ര പ്രതിബന്ധങ്ങളുണ്ടായാലും പ്രലോഭനങ്ങളുണ്ടായാലും തീർച്ചയായിട്ടും ആത്മസംയമനം പാലിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വിവാഹ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, അത് അന്വേഷിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. ധനനഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിക്ഷേപങ്ങളിൽ ഇടാനായിട്ട് അല്ലെങ്കിൽ നിക്ഷേപങ്ങളിൽ ആരുടെയെങ്കിലും പ്രലോഭനം കൊണ്ട് പണം നിക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അത് അബദ്ധത്തിലേക്ക് കലാശിക്കുന്നതായിരിക്കും. എന്നാൽ വൈകുന്നേരത്തോടുകൂടി എല്ലാത്തിനും ഒരു ശാന്തത ലഭിക്കുകയും പ്രതീക്ഷ കൈവരികയും ചെയ്യുന്ന ദിവസമാണ്. രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെയധികം തിരിച്ചടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. കൂടെ നിൽക്കുന്നവർ തന്നെ ചതിക്കാനെല്ലാം സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒരു സമാധാനവും അംഗീകാരവുമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്.
അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും, എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക്, ഉദ്യോഗം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ജോലി പോകുമോ എന്നുള്ള ആശങ്കയുള്ളവർക്ക് ഇന്ന് പ്രതികൂലമായ മറുപടിയാണ് ലഭിക്കുന്നത്. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് അനുകൂലമായി വരുന്നതായി കാണുന്നുണ്ട്. സമാധാനത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഇരിക്കുക. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം ലഭിക്കുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി നിക്ഷേപങ്ങൾ നടത്തുവാനായിട്ട് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. ഏതൊരു കാര്യവും 2 പ്രാവശ്യം ആലോചിച്ച് വേണം ഇന്ന് തീരുമാനമെടുക്കുവാനായിട്ട്. എന്നാൽ സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ആശ്വാസകരമായ അല്ലെങ്കിൽ സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമാണ്. അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായി മറുപടി ലഭിക്കുന്നതാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നു. വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ്. എല്ലാത്തിലുമുപരി ഈശ്വരാധീനം ഉണ്ടെങ്കിലാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നത്. അതുകൊണ്ട് ഈശ്വരാധീനം ഉണ്ടാവാനായി അവരവരുടെ ആചാരങ്ങളനുസരിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ചില മാനസിക ക്ലേശങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്നതാണ്. കുടുംബത്തിലുണ്ടായിരുന്ന കലഹങ്ങൾക്കൊക്കെ ഒരു സമാധാനം വരുന്ന ദിവസമാണ്. വീട് മാറാൻ ആഗ്രഹിക്കുന്നവർക്കിന്ന് അനുകൂലമായൊരു തീരുമാനമുണ്ടാകുന്നതാണ്. ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് നിസ്സാരമായി ആരെങ്കിലും മൂലം അതിന് സമാധാനത്തിലെത്തുന്നതാണ്. അത്തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. കുടുംബത്തിൽ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായി ചില വരുമാനങ്ങളൊക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. കലാകാരന്മാർക്ക് നല്ല ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ദിവസമാണ്. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്ന ദിവസമാണ്. ലാഭകരമായൊരു ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ, ഉദാഹരണത്തിന് ഗ്രഹം മോടി പിടിപ്പിക്കൽ, ഗ്രഹം വാങ്ങൽ, അല്ലെങ്കിൽ വാഹനം വിക്കൽ വാങ്ങൽ, ഇങ്ങനെയൊക്കെ ആശ്വാസകരമായ ഒരുപാട് കാര്യങ്ങൾ നടക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. ഇന്ന് ഉച്ചവരെ ഒരു ആലസ്യത്തിൻ്റെ ദിവസമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളരെ ഉത്സാഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും നടത്തുവാനായിട്ട് സാധിക്കും. ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു. ദൂരയാത്ര ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ്. ഗ്രഹത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കുക. അപ്രതീക്ഷിതമായ ചില അസുഖങ്ങൾ വന്ന് ഭവിക്കാനോ, തലകറക്കം, അങ്ങനെയുള്ള പ്രഷർ കൂടൽ, പ്രഷർ കുറയൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്ന് സംഭവിക്കാനൊക്കെ സാധ്യത കാണുന്നു. ഇതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ ഗ്രഹത്തിൽ അകാരണമായ കലഹം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അകാരണമായ ദേഷ്യം, അകാരണമായ ആത്മസംഘർഷം ഒക്കെ ഉണ്ടായിട്ട് മക്കളോട് അല്ലെങ്കിൽ കുട്ടികളോട് അല്ലെങ്കിൽ
മാതാപിതാക്കളോടൊക്കെ കലഹിക്കാനൊക്കെ സാധ്യത കാണുന്നു. ആത്മനിയന്ത്രണം അത്യാവശ്യമാണ്. ആത്മസംയമനത്തോടുകൂടി ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രത്യേക ആളുകളുമായി ഉള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് ദോഷങ്ങൾ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. മാനസികമായി പിരിമുറുക്കമുള്ളവർക്ക് അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായിരിക്കും. സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും വളരെ നല്ല ഗുഡ് സോൾസ് അല്ലെങ്കിൽ നല്ല മനസ്സ് ഉള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് മനസ്സമാധാനം നേടാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. ദൂരെ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ കലാകാരന്മാർക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ മാന്ദ്യമായ ഒരു ദിവസമായിരിക്കും. പല അബദ്ധങ്ങളും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെല്ലാം ചെയ്യണം. എല്ലാ തൊഴിൽ ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ്. എന്നാൽ കലാകാരന്മാർക്ക് അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുകയില്ല. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായ ചില പ്രതീക്ഷകൾ വന്നു ചേരുന്നതാണ്. അതേപോലെ മറ്റ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൃത്തം, സംഗീതം തുടങ്ങിയ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അംഗീകാരങ്ങളോ അവാർഡുകളോ ഒക്കെ ലഭിക്കാനായി സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ വരുന്ന ചില നക്ഷത്രക്കാർക്ക്, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രക്കാർക്ക്, അധികാരമുള്ള ജോലി ചെയ്യുന്നവർക്ക് വിമർശനങ്ങൾക്കോ മനക്ലേശങ്ങൾക്കോ ഒക്കെ സാധ്യത ഉള്ള ഒരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ശ്രദ്ധയും ഈശ്വര പ്രാർത്ഥനയുമാണ് നമുക്ക് ജീവിത വിജയം കൈവരിക്കാൻ സഹായിക്കുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ശാന്തമായ ഒരു ദിവസമായിരിക്കും ഇന്ന് വിശ്രമം എടുക്കാനും അതേപോലെ വളരെ ഉത്സാഹത്തോടുകൂടി ചെറിയ ചെറിയ പിക്നിക്കുകൾ അല്ലെങ്കിൽ യാത്രകൾ ഒക്കെ ചെയ്യാനുമൊക്കെ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമയത്ത് ഭക്ഷണം കഴിക്കുക, പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല. സാമ്പത്തികമായ ചെറിയ ചെറിയ ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ശാന്തതയും സമാധാനവും ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ബന്ധുമിത്രാദികളുമായി സംഗമിക്കുവാനോ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനോ ഒക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. വളരെ പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോവുക. ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ രാഷ്ട്രീയ രംഗത്തും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ സർവേശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.